അപ്പോൾ നമുക്ക് ഇനിയുള്ള ടോപ്പിക്ക് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇവൻറ്റ് ഹാൻഡ്ലിംഗ്, ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇവൻ്റ്, ഒരു സംഭവം നടക്കുക എന്നുള്ളതാണ് ഇവൻറ്റിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ HTML എന്തെങ്കിലും ഇവൻ്റ് നടക്കുക, അതായത് നമ്മളൊരു സെലക്ട് ഡ്രോപ്പ് ഡൗൺ ബോക്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഏരിയയിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേജ് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇവൻ്റ് നടക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ ഒരു ഇവൻ്റ് കാണുന്നത്, ഇപ്പോൾ ഒരാൾ ക്ലിക്ക് ചെയ്താൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കോഡ് എഴുതാൻ പറ്റും. അതെല്ലാം ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു എപ്പോഴും ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പേജ് ലോഡ് ചെയ്തേക്കുന്ന ബ്രൗസറിൽ ക്ലയൻറ്റിൻ്റെ എൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, സെർവറിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തു, അപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഇവൻ്റ് നടക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിനാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. HTML events are things that happen to HTML elements. An HTML element can be something the browser does or something a user does. ഈ HTML ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗസർ ചെയ്യുന്നതാകാം, യൂസർ ചെയ്യുന്നതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. ബ്രൗസർ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു പേജ് ലോഡ് ചെയ്യുന്നു, ബ്രൗസറാണ് ലോഡ് ചെയ്യുന്നത്, അപ്പോൾ ബ്രൗസറിൽ പേജ് ലോഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. അപ്പോൾ അങ്ങനെ ബ്രൗസർ ചെയ്യാം, അല്ലെങ്കിൽ യൂസർ ചെയ്യാം. JavaScript is used in HTML pages. When JavaScript is used in HTML pages, JavaScript can react to these events. JavaScript HTML പേജിൽ വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റിന് റിയാക്ട് ചെയ്യുക, അതായത് ഇങ്ങനെ ഒരു കാര്യം വന്നാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനാണ് ദാറ്റ് ഈസ് കോൾഡ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. അപ്പോൾ അതും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. എക്സാമ്പിൾസ് ഓഫ് HTML ഇവൻറ്റ്സ് ആർ മൗസ് ക്ലിക്ക് ചെയ്യുക, മൗസ് ഓവർ ചെയ്യുക, മൗസ് ഔട്ട് ചെയ്യുക, പേജ് ലോഡ് ചെയ്യുക, ഇൻപുട്ട് ഫീൽഡ് ചേഞ്ച് ചെയ്യുക, കീ ഡൗൺ ചെയ്യുക, കീ അപ്പ് ചെയ്യുക. ഇതെല്ലാം ഇവൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇതെല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കും. അപ്പോൾ അത് ഞാൻ പറയാം. ഇനി HTML എലമെൻറ്റിൽ ഒരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ എലമെൻറ്റിൻ്റെ ടാഗ് ഏതാണോ അതിനകത്ത് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക. ഇവൻറ്റ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ വിളിക്കുക. ഇതാണ് സിൻടാക്സ്. പാരഗ്രാഫ് ആണെങ്കിൽ ഇവിടെ എലമെൻറ്റ് പാരഗ്രാഫ് ആയിരിക്കും. പാരഗ്രാഫിൽ ഇപ്പോൾ ഓൺ ക്ലിക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതിൽ പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കണം, ഏത് ഫംഗ്ഷൻ വിളിക്കണം എന്നുള്ളതിൻ്റെ പേര് ഇവിടെ കൊടുക്കും. ഇതിങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, സിംഗിൾ കോഡ്സ് വേണമെങ്കിലും കൊടുക്കാം, ഡബിൾ കോഡ്സ് വേണമെങ്കിലും കൊടുക്കാം, രണ്ട് രീതിയിലും കൊടുക്കാം. അതുകൊണ്ടാണ് ഓർ എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഓൺ ക്ലിക്ക് ഇവൻറ്റ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പലത് പഠിപ്പിച്ചപ്പം ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പം ചെയ്തേക്കുന്നത് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. ബട്ടണിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഓൺ ക്ലിക്ക് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ. എന്താ ചെയ്യുന്നത്, ഈ HTML എലമെന്റിനകത്ത് ID ഡെമോ എന്നുള്ള എലമെന്റിനെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫിനെ ഗെറ്റ് ചെയ്യും. ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള HTML ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അതായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഡേറ്റ് എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. കറൻ്റ്ലി നമ്മുടെ സിസ്റ്റത്തിലുള്ള ടൈം, ഈ ടൈം റീഡ് ചെയ്യും. അതാണ് ജാവാസ്ക്രിപ്റ്റ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സിസ്റ്റത്തിലുള്ള ടൈമാണ് റീഡ് ചെയ്യുന്നത്, അല്ലാതെ ഇത് വേറെ എങ്ങും പോയല്ല. കാരണം ഇത് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കറൻ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ എത്രയാണോ ടൈം അതായിരിക്കും ഡേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. നമ്മൾ C പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കുറേ ഫംഗ്ഷൻസ് പഠിച്ചിട്ടില്ല. printf, scanf എന്നൊക്കെ പറയുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതുപോലെ ഡേറ്റ് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കറൻ്റ്ലി സിസ്റ്റത്തിലുള്ള ടൈം, ഈ കാണുന്ന ടൈം എടുത്തിട്ട് ടൈം സോൺ ഉൾപ്പെടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ബട്ടൻ്റെ മേളിൽ ദ ടൈം ഈസ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ആയിരിക്കും, ആ പാരഗ്രാഫിൻ്റെ ഇന്നർ HTML ആയിരിക്കും ഈ ഡേറ്റ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പേജ് ഞാൻ ലോഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ പേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ തൊട്ട് താഴെ ഒരു പാരഗ്രാഫിനകത്ത് ഇത് കാണിച്ചു. ഇത് ഡീബഗ് ചെയ്ത് നോക്കിയാൽ വെബ് ഡെവലപ്പറിൽ പോവുക, ഇൻസ്പെക്ടറിൽ പോവുക,
ഇതാ ഇതിനകത്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പേജ് ലോഡ് ചെയ്യാം. ഇതാ ഇത് കണ്ടോ, ഇപ്പോൾ ഈ പാരഗ്രാഫ് ഇവിടെ ഉണ്ട്. പാരഗ്രാഫിനകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് അവിടെ കാണിക്കാത്തത്. ആ പാരഗ്രാഫിൻ്റെ പൊസിഷനാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഈ പാരഗ്രാഫിനകത്ത് കണ്ടന്റ് വന്നു. കറൻ്റ്ലി ടൈം എത്രയാണോ അത് വന്നു. 11:16 എന്ന് പറയുന്ന ടൈം ഇപ്പോൾ 17 ഇപ്പോൾ ക്ലിക്ക് ചെയ്ത സമയത്ത് 11:16 ഗ്രീൻവിച്ച് മീൻ ടൈം ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുക. ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോകണ്ട, അത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി അതൊരു പേജാണ്. അപ്പോൾ ഇത്രയും ഭാഗം ആദ്യം എഴുതിയെടുക്കുക. ബേസിക്കലി ഇത്രയും മതി ഓൺ ക്ലിക്ക് ഇവൻറ്റ്. അപ്പം ഇതെന്താ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവൻ്റാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫംഗ്ഷനെ വിളിക്കും. ഫംഗ്ഷൻ ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡോട്ട്, ഇവിടെ ഇപ്പോൾ ഞാൻ ഡബിൾ കോഡ്സിനകത്താണ് കൊടുത്തേക്കുന്നത്. ഡബിൾ കോഡ്സിൽ കൊടുത്തേക്കുന്നുണ്ടോ, ഇതിനകത്ത് ഡെമോ എന്ന് പറയുന്ന വാല്യൂ ഹാർഡ് കോഡഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഡബിൾ കോഡ്സ് ആണ് പുറത്ത് കൊടുക്കുന്നതെങ്കിൽ അകത്ത് സിംഗിൾ കോഡ്സ് കൊടുക്കുക. ഇതാണ് സാധാരണ കൺവെൻഷനലി ഫോളോ ചെയ്ത് പോരുന്ന പ്രാക്ടീസ്. അപ്പോൾ ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഡബിൾ കോഡ്സ് ഇട്ടിട്ട് തുടങ്ങുക. അതിനിടയ്ക്ക് എന്തെങ്കിലും കോഡ്സ് ആവശ്യം വന്നാൽ സിംഗിൾ കോഡ്സ് ഇടുക. ഇങ്ങനെയാണ് കൺവെൻഷനലി കാരണം നമ്മൾ എല്ലാ ഇവൻറ്റും ഡബിൾ കോഡ്സ്, എല്ലാ ആട്രിബ്യൂട്ട്സും ഡബിൾ കോഡ്സിലാണ് കൊടുക്കുക. അപ്പോൾ ഇതും ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, അതും ഡബിൾ കോഡ്സിൽ കൊടുക്കുക. പക്ഷേ അതിനിടയ്ക്ക് പിന്നീട് ഇങ്ങനെ ഒരു എലമെൻറ്റ് വരും. ഇതൊരു വാല്യൂ ആണ്, ആ സ്ട്രിങ്ങിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് അത് സിംഗിൾ കോഡ്സിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്ര എഴുതിയെടുക്കുക. കുറച്ചുകൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. എന്നിരുന്നാലും ബാക്കിയും കൂടെ കേൾക്കുക. ഇപ്പം ഞാൻ ഇത്രയും ഭാഗമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി താഴോട്ടുള്ള ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി വേറൊരെണ്ണം ചെയ്തിട്ടുണ്ട്. ഷോ ടൈം ഹിയർ എന്ന് പറയുന്ന വേറൊരു ബട്ടൺ എഴുതിയിട്ടുണ്ട്. ഒരു ബട്ടൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചെയ്തേക്കുന്നത് ഓൺ ക്ലിക്കിൽ എഴുതിയേക്കുന്നത് ദിസ് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഡേറ്റ്. ഈ ദിസ് എന്ന് പറഞ്ഞാൽ ജാവയിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ദിസ് പോയിന്റർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജാവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, മറ്റേ AD ലാബിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദിസ് അറിയായിരിക്കും. ദിസ് എന്ന് പറഞ്ഞ പോയിന്റർ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ജാവയിൽ ദിസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ജാവ സ്ക്രിപ്റ്റിൽ ദിസ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത് കറൻ്റ്ലി ഏത് HTML എലമെൻ്റ് ആണോ ആ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് കിട്ടിയത്, ഈ പാരഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇന്നർ HTML ആയിട്ടാണ് നമ്മളിപ്പോൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ കേസിൽ അതല്ല വേണ്ടിയത്. ഇപ്പോൾ ഏതിലാണോ നിൽക്കുന്നത് അതായത് ഈ ബട്ടൻ്റെ ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ഇതാണ് കറൻ്റ്ലി കൊടുത്തേക്കുന്ന ബട്ടൻ്റെ ഇന്നർ HTML. ഈ ബട്ടൺ ടാഗിനകത്ത് കൊടുത്തേക്കുന്ന ടെക്സ്റ്റിനാണ് ഇന്നർ HTML എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ ദിസ് എവിടെയാണോ എഴുതിയേക്കുന്നത് ആ എലമെൻറ്റിൻ്റെ ഇന്നർ HTML. ആ ഇന്നർ HTML ഈക്വൽ ടു ഡേറ്റിന് കൊടുത്തേക്കുവാണ്. ഈ പേജ് ഒന്ന് ലോഡ് ചെയ്ത് കാണിക്കാം. ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ബട്ടൺ ഡോട്ട് ഓൺ ക്ലിക്ക് ദിസ് ഇന്നർ HTML, ദിസ് ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ ഇന്നർ HTML. ദിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത്. പേജ് ലോഡ് ചെയ്യാം. ക്ലോസ് ചെയ്തേക്കാം. ഈ ബട്ടണാണ് നമ്മൾ അഡീഷണലി കൊടുത്തേക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൻ്റെ ടെക്സ്റ്റ് കണ്ടോ, ബട്ടണകത്ത് നമ്മൾ എന്താണ് കൊടുത്തിരുന്നത്, ഷോ ടൈം ഹിയർ എന്നാണ് കൊടുത്തിരുന്നത്. അതാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്തിരുന്നത്. ഇനി നമ്മൾ എന്താണ് പറയുന്നത്, ദിസ് ഡോട്ട് ഇന്നർ HTML ഡേറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓൺ ക്ലിക്കിൽ. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓൺ ക്ലിക്കിൽ ആ ഇതാക്കി. ഇനി ഇതാ നേരത്തെ പാരഗ്രാഫിൽ കാണിച്ചേക്കുന്നത് നേരത്തെ കാണിച്ച വാല്യൂ ആണ്. അപ്പോൾ അത്രയുണ്ട്. ഇവിടെ വരെയാണ് ഇത്രയും പറഞ്ഞത്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല, ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി പാരഗ്രാഫ് ഞാൻ വേറൊരു പാരഗ്രാഫ് ID കൊടുത്തിട്ടുണ്ട്, ടൈം പാരഗ്രാഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൺ ക്ലിക്കിൽ ഞാനൊരു ഫംഗ്ഷനാണ് വിളിച്ചേക്കുന്നത്. ഇവിടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി സാധാരണ. പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കുക. ഇത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഫംഗ്ഷനിൽ എഴുതിയിട്ട് ആ ഫംഗ്ഷനെ വിളിക്കും ഓൺ ക്ലിക്കിൽ. അതാണ് ഈ ചെയ്തേക്കുന്നത്. ബട്ടൺ ഡോട്ട് ഓൺ ക്ലിക്ക് ഡിസ്പ്ലേ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയേക്കുന്ന ഫംഗ്ഷനാണ്. ഡിസ്പ്ലേ ഡേറ്റ് എഴുതിയേക്കുവാണ്. ആ ഡിസ്പ്ലേ ഡേറ്റ് എന്താ ചെയ്യുന്നത്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ടൈം പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ടൈം പാരഗ്രാഫിന് ID ഉള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫ് ഗെറ്റ് ചെയ്യും. അതിൻ്റെ ഇന്നർ HTML ആയിട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ ഡേറ്റ് സെറ്റ് ചെയ്യും. ഇത് പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഗെറ്റ് ടൈം യൂസിങ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഗെറ്റ് ടൈം യൂസിങ് ഫംഗ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ ഈ ബട്ടൻ്റെ തൊട്ട് മേളിലാണ് ഞാൻ ഈ പാരഗ്രാഫ് ടൈം പാരഗ്രാഫ് എന്ന് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേളിൽ ടൈം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ടൈം പാരഗ്രാഫ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു.
അത് ചെയ്തേക്കാണ്. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനിത് താഴെ ഇട്ടിട്ട് കാണിക്കാം. സ്ക്രിപ്റ്റിൻ്റെ താഴെ ഇട്ടു, അതായത് ബട്ടൺ ക്ലിക്ക് സ്ക്രിപ്റ്റിൻ്റെ താഴെ ഇടണമെന്നില്ല, ബട്ടൻ്റെ അടിയിൽ കൊടുത്താൽ സ്ക്രിപ്റ്റ് എവിടെ കൊടുത്താലും പ്രശ്നമില്ല. ബട്ടൻ്റെ അടിയിലിട്ടു, എന്നിട്ട് പേജ് ലോഡ് ചെയ്യാം. പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 ബട്ടൺ ഒരേ നിരയിൽ കാണിക്കും. കാരണം എന്താണ്, ഇതിനിടയ്ക്ക് BR ടാഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൻ്റെ താഴേക്കാക്കി ഇത് രണ്ടും ഒരു ലൈനിൽ കാണിക്കുന്ന, ഇതിനിടയ്ക്ക് BR ടാഗ് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് കൊടുത്താൽ അടുത്ത ലൈനിലേക്ക് വെക്കോളും. അപ്പോൾ ഒരു BR ടാഗ് കൊടുത്ത് പേജ് ലോഡ് ചെയ്യാം. അടുത്ത പേജിൽ കാണിച്ചു. ഇനി ഞാനിവിടെ കൊടുക്കുക, അതിൻ്റെ താഴെ കാണിച്ചു. കാരണം ഈ ബട്ടൻ്റെ താഴെയാണ് ഈ പാരഗ്രാഫ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓൺ ക്ലിക്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേര് വെച്ച് വേണേൽ അങ്ങനെ വിളിക്കാം. അല്ല എങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫംഗ്ഷൻ വെച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഒരു കമാൻഡ് നേരിട്ട് ഒരു ലൈനൊക്കെ ഉള്ളെങ്കിൽ ഒരു ലൈൻ ഇവിടെ തന്നെ എഴുതുക. നമ്മൾ സീലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഒരു ലൈൻ മാത്രം കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഫംഗ്ഷനിലിട്ടിട്ട് അതിനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ പേര് കൊടുക്കുക, വിളിക്കുക. അപ്പോൾ ഇതാണ് ഓൺ ക്ലിക്ക് ഇവൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് ദിസ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ വലിയ ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായി. അടുത്തത് മൗസ് ഓവർ എന്ന് പറയുന്ന ഇവൻ്റാണ്. മൗസ് ഓവറും മൗസ് ഔട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ഡിവ് കൊടുത്തിട്ടുണ്ട്. ഡിവിനകത്ത് മൗസ് ഓവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു, ഇതിൻ്റെ സിൻടാക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, എലമെൻറ്റിനകത്ത് ഇവൻറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇവൻറ്റിൻ്റെ പേര് ഇവിടെ എന്താണ്, ഓൺ മൗസ് ഓവർ. നേരത്തെ എന്തായിരുന്നു, ഓൺ ക്ലിക്ക് എന്നായിരുന്നു പേര്. അപ്പോൾ ഡിവിൽ നമ്മൾ ഓൺ മൗസ് ഓവർ ഈക്വൽ ടു മൗസ് ഓവർ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതിയേക്കാം. ഈ ഫംഗ്ഷൻ ഞാൻ എഴുതിയേക്കുന്ന പേരാണ്, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഇനി അതിൽ തന്നെ ഓരോ ആട്രിബ്യൂട്ടൂടെ കൊടുത്തിട്ടുണ്ട്. ഓൺ മൗസ് ഔട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും വിളിച്ചേക്കുവാണ് ഓൺ മൗസ് ഔട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചേക്കുവാണ്. ഇത് ഞാൻ പേരിട്ടേക്കുന്ന ഫംഗ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേരിടാം. അപ്പോൾ ഈ ഡിവിനകത്ത് എന്തൊക്കെയാണ്, ഈ ഡിവിന് അകത്ത് 2 ഇവൻറ്റ്, ഇത് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത് 2 ഇവൻറ്റ് ഒന്നിച്ച് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. 2 ഇവൻറ്റ് ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ഇവൻറ്റ് ആദ്യത്തെ ആട്രിബ്യൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കുക, രണ്ടാമത്തെ ഇവൻറ്റ് അടുത്ത ആട്രിബ്യൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കുക. രണ്ടിനും വേണ്ടിയ ഫംഗ്ഷൻ ഏതാണോ അതിനെ വിളിക്കുക. അപ്പോൾ ഈ ഡിവിനകത്ത് H2 എന്ന് പറയുന്ന ഒരു ഹെഡിങ് 2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് മൗസ് കയറിയാൽ എന്ത് ചെയ്യണം, അതായത് ഈ ഡിവിനകത്തേക്ക് മൗസ് കയറിയാൽ എന്ത് ചെയ്യണം, മൗസ് ഔട്ടിലേക്ക് പോയാൽ എന്ത് ചെയ്യണം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് മൗസ് ഓവർ ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ഡിവിനകത്ത് മൗസ് ഓവർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. മൗസ് ഓവർ ഫംഗ്ഷനിൽ എഴുതിയേക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ മൗസ് ഔട്ട് ഇവൻറ്റ് തൽക്കാലം എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ തൽക്കാലം ഒരു ഫംഗ്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓൺ ഡിവിൽ ഓൺ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ എന്തിലാണ് എഴുതിയത്, ഞാൻ ബട്ടൻ്റെ ഓൺ ക്ലിക്കിലാണ് എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് സിൻടാക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എലമെൻ്റാണ്, എന്ത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. ബട്ടണിൽ നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഡിവിലാണ് എഴുതിയേക്കുന്നത്. H2 വേണമെങ്കിൽ എനിക്ക് എഴുതാം, പാരഗ്രാഫിൽ വേണമെങ്കിൽ എഴുതാം, എന്തിൽ വേണമെങ്കിലും എനിക്ക് എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ഡിവിൽ എഴുതിയേക്കുവാണ്. ഡിവിൽ എഴുതിയിട്ട് മൗസ് ഓവറിൻ്റെ ഫംഗ്ഷൻ വിളിച്ചേക്കുവാണ്. മൗസ് ഓവർ ഫംഗ്ഷൻ അതിനകത്ത് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൗസ് ഇവൻറ്റ് ഡിസ്പ്ലേ. മൗസ് ഇവൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന എലമെൻറ്റ് ID ഉള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫാണ് കിട്ടുന്നത്. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു, അതിൻ്റെ ഇന്നർ HTML ഞാൻ മാറ്റാൻ പോവാണ്. ഈക്വൽ ടു എന്താണെന്നാണ് എഴുതിയേക്കുന്നത്, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൗസ് ഇവൻറ്റ് ഡിസ്പ്ലേ ഡോട്ട് ഇന്നർ HTML പ്ലസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു സ്ട്രിങ് എഴുതിയേക്കുവാണ്. ഒരു S എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. S ഈസ് ഈക്വൽ ടു S പ്ലസ് എന്തെങ്കിലും ഒരു വാല്യൂ ടിജോ എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലെന്തായിരുന്നു ഉള്ളത് ആ സ്ട്രിങ് S പ്ലസ് ആണ്. S പ്ലസ് ടിജോ എന്ന് പറയുന്ന സ്ട്രിങ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തേക്കുന്നത്, ആ സ്ട്രിങ്ങിൻ്റെ കറൻ്റ്ലി ഉള്ള വാല്യൂ എടുത്തിട്ട് അതിലേക്ക് എന്ത് സെറ്റ് ചെയ്യും, അതിലേക്ക് അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യും ഈ വാല്യൂ കൂടെ. അതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൗസ് ഇവൻറ്റ് ഡിസ്പ്ലേ ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ S ഈസ് ഈക്വൽ ടു ആ സെയിം എലമെൻറ്റ് തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID മൗസ് ഇവൻറ്റ് ഡിസ്പ്ലേ ഡോട്ട് ഇന്നർ HTML. അതിലുള്ള വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ ഓവർ എന്നും കൂടെ അപ്പൻഡ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ സെറ്റ് ചെയ്യും.
അപ്പോൾ അതാണ് ഈ ചെയ്തേക്കുന്നത്. എസെൻഷ്യലി അത് ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു സ്ട്രിങ്ങിലേക്ക് വേറൊരു സ്ട്രിങ് കൂടെ അപ്പൻഡ് ചെയ്തിട്ട് അതിനെ ആ സ്ട്രിങ്ങിലേക്ക് തന്നെ റീപ്ലേസ് ചെയ്തേക്കുവാണ്. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് പേജ് കണ്ടു നോക്കാം നമുക്ക്. ഇതിങ്ങനെ നീട്ടി എഴുതിയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ലൈനിലേ ഉള്ളൂ. A = A+B എന്നാണ് എഴുതിയേക്കുന്നത്. A = A+B എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പേജ് ലോഡ് ചെയ്യാം. ഇവിടെ ബ്രിങ് യുവർ മൗസ് ഇൻസൈഡ് ദ ഡിവിഷൻ ടു സീ റിസൾട്ട്. ഇതാണ് നമ്മുടെ ഇവിടെ കൊടുത്തേക്കുന്നത്. ബ്രിങ് യുവർ മൗസ് ഇൻസൈഡ്. ഈ ടെക്സ്റ്റാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് മൗസ് ഓവർ ഫംഗ്ഷനിൽ. ഞാൻ മൗസ് ആ ഡിവിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഡിവിനകത്തുള്ള H2ലേക്ക് കയറ്റാൻ പോവാണ്. അവിടെ ഓവർന്ന് അഡീഷണലി വന്നതുകൊണ്ട് ഒരു തവണ കയറിയത് കൊണ്ടാണ്. ഇനി ഇപ്പോൾ പേജ് ഇനീഷ്യൽ ഞാൻ ഒന്നുകൂടെ റീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റീലോഡ് ചെയ്ത് നിർത്തിയേക്കുവാണ് ഇത്. അപ്പോൾ ഞാൻ പേജ് വീണ്ടും ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിവിനകത്ത് H1 എന്ന് പറയുന്ന ടാഗാണ്. അതിലേക്ക് കയറാൻ പോവാണ് മൗസ്. ഓവർ വന്നു. ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. വീണ്ടും കയറാൻ പോവാണ്. ഇത് വീണ്ടും ഓവർന്ന് വന്നു. ഇനി വീണ്ടും പുറത്തിറങ്ങി വീണ്ടും കയറി ഇങ്ങോട്ടൊക്കെ പോയി. ഇവിടുന്ന് മൗസ് അതിനകത്ത് എപ്പോൾ കയറിയാലും കണ്ടോ അതിലുള്ള ടെക്സ്റ്റിൻ്റെ കൂടെ ഒരു തവണയും കൂടെ ഓവർന്ന് അപ്പൻഡ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് പോവാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ പോയി. അപ്പോൾ ഇതാണ് ഈ എഴുതിയേക്കുന്നത്. അതിലുള്ള ഇന്നർ HTML അപ്പോൾ ഉള്ള ഇന്നർ ഓരോ തവണ ഇൻ ചെയ്യുമ്പോഴും അപ്പോൾ ഉള്ള ഇന്നർ HTML ഏതാണോ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഓവർന്ന് അപ്പൻഡ് ചെയ്യും. അതാണ് വീണ്ടും വീണ്ടും അങ്ങനെ പോയേക്കുന്നത്. ഇനി മൗസ് ഔട്ട് എന്ന്. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതി. ഇനി മൗസ് ഔട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെ എഴുതാൻ പോവാണ് ഈ ഡിവിൽ തന്നെ. അപ്പോൾ ഡിവ് എന്ന് പറഞ്ഞാൽ ഈ ഡിവിനകത്ത് എങ്ങോട്ട് വന്നാലും ഡിവിനകത്താണ് H2 ഉള്ളത്. അപ്പോൾ ഡിവിൻ്റെ മുകളിൽ കയറിയാൽ അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഇനി മൗസ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയേക്കാണ്. അതായത് മൗസ് ഈ ഡിവിൻ്റെ പുറത്തേക്ക് പോയാൽ വീണ്ടും ചെയ്യുന്ന മൗസ് ഔട്ട് ഫംഗ്ഷന് ചെയ്തേക്കുന്നത് ഇത് തന്നെയാണ്. document.getElementById inner HTML = അത് പ്ലസ് ഔട്ട് എന്നാണ് ചെയ്തേക്കുന്നത്. അത് കറൻ്റ്ലി ഉള്ള വാല്യൂ എന്താണോ അത് പ്ലസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ പേജ് നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. പേജ് ഇനീഷ്യലി ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ മൗസ് ഇതിനകത്തേക്ക് കയറ്റാൻ പോവാണ്. ഓവർ വന്നു. മൗസ് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഔട്ട് വന്നു. വീണ്ടും കയറാൻ പോവാണ്. ഓവർ വന്നു. ഔട്ട് വന്നു. ഓവർ ഔട്ട് വന്നു. ഇങ്ങനെ കയറി അങ്ങോട്ട് പോയി ഔട്ട്. വീണ്ടും കയറി ഓവർ വന്നു. അപ്പോൾ കറൻ്റ്ലി ഉള്ള ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഓരോ തവണ മൗസ് അകത്ത് വരുമ്പോഴും. അപ്പോൾ ഈ മൗസ് ഓവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? മൗസ് അതിലേക്ക് വന്നാൽ മൗസ് അതിൻ്റെ മേളിൽ വന്നാൽ ഓൺ മൗസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് മൗസ് പുറത്തേക്ക് പോയാൽ. ഇത് രണ്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനും എഴുതിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതിയെടുക്കണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ document.getElementById = ഓവർന്ന് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഔട്ടെന്ന് കൊടുക്കുക. ഈ പേജ് ലോഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇങ്ങനെ ഇരിക്കും. വന്നു ഓവറായി ഔട്ടായി ഉണ്ടാവും. ഇപ്പം നമ്മളെന്താ പഴയ ടെക്സ്റ്റിനെ റീഡ് ചെയ്യുന്നില്ല, വെറുതെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ടും ഓവർ വന്നു ഔട്ട് വന്നു ഓവർ വന്നു ഔട്ട് വന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എഴുതാൻ എളുപ്പത്തിന് ഇങ്ങനെ എഴുതിയാലും മതി. മറ്റേത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ സ്ട്രിങ് അപ്പൻഡ് ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് എഴുതിയെടുക്കുക. അപ്പം ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് രണ്ടല്ല, ഓൺ മൗസ് ഓവർ ഉണ്ട്, ഓൺ മൗസ് ഔട്ട് ഉണ്ട്. ഓരോ എലമെൻറ്റിന് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. എല്ലാം ഇങ്ങനെ അതിൻ്റെ ടാഗിനകത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഇതുപോലെ ഹെഡിങ്ങിന് വേണമെങ്കിലും കൊടുക്കാം, പാരഗ്രാഫിന് വേണമെങ്കിലും കൊടുക്കാം. ഇനിയുള്ളത് ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഇവൻ്റാണ്. ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻപുട്ട് എലമെൻറ്റിന് ഒരു ചേഞ്ച് സംഭവിച്ചാൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെലക്ട് ID = my select എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോപ്പ് ഡൗൺ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൺ ചേഞ്ചിൽ മൈ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. ഓൺ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മൈ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. ചേഞ്ച് ചെയ്യുമ്പോൾ അതായത് ഇതിനകത്തെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മൈ ഫംഗ്ഷനിൽ തന്നെ ചെയ്തേക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അപ്പോൾ ഇത് പുതിയൊരു ഇൻഫർമേഷനാണ്. വേരിയബിൾ എക്സ്. ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റിജർ ഫ്ലോട്ട് ഒന്നും വേണ്ട. എല്ലാ വേരിയബിളിനും ഒറ്റ ടൈപ്പേ ഉള്ളൂ. വേരിയബിളിനാണ് പേര്. അതിലേക്ക് നമ്പർ വേണമെങ്കിൽ അസൈൻ ചെയ്യാം, സ്ട്രിങ് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ആദ്യം സ്ട്രിങ് അസൈൻ ചെയ്തിട്ട് പിന്നെ നമ്പർ അസൈൻ ചെയ്യുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേരിയബിൾ ഒറ്റ ടൈപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞത്. അപ്പോൾ വേരിയബിൾ ആണെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്. വാർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം.
വേർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേരാണ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾ നെയിമിംഗ് കൺവെൻഷൻ ഫോളോ ചെയ്യുന്ന നെയിമിംഗ് കൺവെൻഷൻസ് ഇതിലുമുണ്ട്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി മൈ സെലക്ട് ഡോട്ട് വാല്യൂ. മൈ സെലക്ട് എന്താണ്? ഈ സെലക്ട് ആണ്. ഈ സെലക്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻ്റ്ലി ഏത് ഐറ്റം ആണോ സെലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് റീഡ് ചെയ്യും. ഓഡി ആണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഔഡിന്ന് കിട്ടും. BMW ആണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ BMW എന്ന് കിട്ടും. വാല്യൂ മെർസഡീസ് ആണെങ്കിൽ മെർസഡീസ് എന്ന് കിട്ടും. വോൾവോ ആണെങ്കിൽ വോൾവോ എന്ന് കിട്ടും. അപ്പോൾ എക്സ് ആ വാല്യൂ റീഡ് ചെയ്തിട്ട് കറൻ്റ്ലി സെലക്ട് ചെയ്തേക്കുന്ന മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്താൽ ആ ചേഞ്ച് ചെയ്തല്ല. അപ്പോൾ ഓൺ ചേഞ്ചിലാണ് ഈ ഫംഗ്ഷൻ വിളിച്ചേക്കുന്നത്. അതായത് ഞാൻ ഔഡി എന്നായിരുന്നു, ഔഡി ഇത് ഔഡി എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ഓഡി എന്നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഔഡി എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നമ്മൾ പൊതുവെ ഇന്ത്യയിൽ എല്ലാവരും ഇതിനെ ഓടി എന്നാണ് വിളിക്കുന്നത്. ഓടി അല്ല സാധനം, ഔഡിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഔഡി എന്ന് പറയുന്നത്. അപ്പോൾ ഔഡിയാണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇപ്പോൾ ഔഡിയാണ് സെലക്ട് ചെയ്തേക്കുന്നത് BMW മാറ്റിയാൽ ആ നിമിഷം എന്ത് ചെയ്യും? ചേഞ്ച് ആയാൽ എന്ത് സംഭവിക്കും? ഓൺ ചേഞ്ച് എന്ന് പറയുന്നത്. ഓൺ ചേഞ്ചിൽ എന്താണ് എഴുതിയേക്കുന്നത് അത് വിളിക്കും. അപ്പോൾ ഓൺ ചേഞ്ചിൽ ഒരു ഫംഗ്ഷനാണ് എഴുതിയേക്കുന്നത്, ആ ഫംഗ്ഷനെ വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ വിളിച്ചതുകൊണ്ട് ചേഞ്ച് ചെയ്ത വാല്യൂ നമ്മൾ റീഡ് ചെയ്തു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി മൈ സെലക്ട്, അതായത് സെലക്ട്. അപ്പോൾ ഈ സെലക്ട് കിട്ടും. ഈ സെലക്ടിനകത്ത് വാല്യൂ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻസിൽ ഏതാണോ സെലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കും റീഡ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ, ഈ കൊടുത്തേക്കുന്ന വാല്യൂ അല്ല, ഈ കൊടുത്തേക്കുന്ന വാല്യൂ അല്ല. വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ ഫോം പഠിച്ചപ്പോഴത്തേക്കും ഫോമിൽ ഇൻപുട്ട് എലമെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞു വാല്യൂവിൽ കൊടുത്തേക്കുന്ന ഇതാണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇത് വെറും ഡിസ്പ്ലേ വാല്യൂ ആണ്. HTML പേജിൽ ഇത് ഡിസ്പ്ലേ ഇങ്ങനെ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് കൊടുത്തേക്കുന്നോ അതായിരിക്കും ഇതുള്ള. അപ്പം ഡോട്ട് വാല്യൂ റീഡ് ചെയ്ത് എക്സിലേക്ക് വെച്ചു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് ഇന്നർ HTML. ഡെമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഐ ഡി ഉള്ള ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ് ചെയ്തേക്കുന്നത് എന്താ? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് ഇന്നർ HTML. ഡെമോയുടെ ഇന്നർ HTML, അതായത് ഇവിടെ എന്ത് വരുമോ ആ സാധനം അവിടെ എന്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്? യൂസ് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്, യൂസ് സെലക്റ്റഡ് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രിങ് ആണ്. യൂസ് സെലക്റ്റഡിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? ഈ എക്സിൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ യൂസ് സെലക്റ്റഡ് ഔഡി ആണെങ്കിൽ ഔഡി എന്ന് കാണിക്കും, BMW ആണ് BMW എന്ന് കാണിക്കും. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പേജ്. ഇതാണ് നമ്മുടെ പേജ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിപ്പോൾ കാണാൻ പറ്റാത്തത്. അതിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഔഡി മാറ്റി ഞാൻ BMW ആക്കി, യൂസ് സെലക്റ്റഡ് BMW എന്ന് വന്നു. കാരണം എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യുമ്പോൾ BMW എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതിലേക്കാണ് ചേഞ്ച് ചെയ്തത്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫിൻ്റെ ഇന്നർ HTML ആയിട്ട് എന്ത് സെറ്റ് ചെയ്യും? ഈ വാല്യൂ സെറ്റ് ചെയ്യും. യൂസ് സെലക്റ്റഡ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഏതാണോ അത്. അപ്പോൾ യൂസ് സെലക്റ്റഡ് BMW, യൂസ് സെലക്റ്റഡ് മെർസഡീസ്, യൂസ് സെലക്റ്റഡ് വോൾവോ, യൂസ് സെലക്റ്റഡ് ഔഡി. ഞാൻ ഈ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ഓൺ ചേഞ്ച്, സെലക്റ്റിൻ്റെ ഓൺ ചേഞ്ച്. കാരണം എന്തുകൊണ്ടാണ്? സെലക്റ്റിൽ ഞാൻ പുതിയൊരു ആട്രിബ്യൂട്ട് എഴുതിയേക്കുവാണ് ഓൺ ചേഞ്ച്. ഓൺ ചേഞ്ചിൽ എന്ത് ചെയ്യണം? അതായത് ഇതിൽ ചേഞ്ച് ചെയ്താൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ചേഞ്ച് ഇവന്റ് occurs when the value of an element has been changed. For radio buttons and checkboxes, the on change event occurs when the checkbox state has been changed. ഒരു ചെക്ക് ബോക്സ് മാറ്റി വേറൊരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഡീഷണലി ഒരു ചെക്ക് ബോക്സോടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അൺസെലക്ട് ചെയ്യുക, അതൊക്കെ ചേഞ്ച് ഇവന്റ്, ഓൺ ചേഞ്ച് പറയുന്ന ഇവന്റ് ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ റേഡിയോ ബട്ടൺ ആണെങ്കിൽ റേഡിയോ ബട്ടൺ ഒരെണ്ണം മാറ്റി വേറൊരെണ്ണം സെലക്ട് ചെയ്യുക, അതൊക്കെ ചേഞ്ച് ഇവന്റ് ട്രിഗർ ചെയ്യും. അപ്പോൾ for select it is for select എന്ന് പറയുന്നത് it is called on for select it is changed on change of drop down select ചേഞ്ച് ചെയ്താൽ ഇത് മാറ്റി വേറൊന്നും ആക്കിയാൽ ആ എലമെന്റ് കോൾ ചെയ്യും. ഫോർ സെലക്ട്. അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു എലമെന്റിന് ചേഞ്ച് വന്നാലാണ്. അപ്പോൾ സാധാരണ ചേഞ്ച് വരുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരഗ്രാഫിനൊന്നും സാധാരണ ഒരിക്കലും ചേഞ്ച് വരുത്താറില്ല. ചേഞ്ച് വരുത്താൻ പറ്റും, സാധാരണ ചേഞ്ച് വരുന്നത് ഇൻപുട്ട് ഫീൽഡ്സിനാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബട്ടൺസ്, സെലക്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഓൺ ചേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഇവന്റ് ഉപയോഗിക്കാം. ഇത് എഴുതിയെടുക്കുക. ഇത് അതിൻ്റെ നോട്ടാണ്, പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ കൂട്ടത്തിൽ വേറൊരു സ്ട്രിങ് അപ്പൻഡ് ചെയ്തേക്കുവാണ്. ഈ സ്ട്രിങ് ഡൈനാമിക് ആണ്, ഈ സ്ട്രിങ് സ്റ്റാറ്റിക് ആണ്. കാരണം ഇത് എപ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. ഈ സ്ട്രിങ് വേരിയബിളിൻ്റെ പേരായിരിക്കും, വേരിയബിളിൻ്റെ എന്താണോ വാല്യൂ അതായിരിക്കും വരിക. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കണമെന്നില്ല. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡോട്ട് വാല്യൂ എന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി നീളത്തിൽ വരും, അത്രേ ഉള്ളൂ. ഇതാണ് ഓൺ ചേഞ്ച് ഇവൻ്റ്. ഇനി കീ പ്രസ് ചെയ്യുന്ന ഇവൻറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഇതിങ്ങനെയാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇൻപുട്ട് ടൈപ്പ് ഇതിപ്പോൾ ഞാൻ ഓരോന്നും കാണിക്കുന്നതുള്ളൂ. ഇപ്പോൾ ഇതിന് മുമ്പുള്ള സെലക്റ്റിന് കൊടുത്തേക്കുന്ന ഓൺ ചേഞ്ച് ഇവൻറ്റ് നിങ്ങൾ റേഡിയോ ബട്ടണും ചെക്ക് ബോക്സിനും കൊടുത്തു നോക്കുക കേട്ടോ. എന്നിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. ലാബ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റിന് ഓൺ കീ ഡൗൺ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓൺ കീ ഡൗൺ ഫംഗ്ഷനെ വിളിക്കാൻ പറഞ്ഞേക്കുക. കീ ഡൗൺ ഫംഗ്ഷൻ ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ എന്ന് പറയുന്ന ഐ ഡി ഉള്ള എലമെന്റിനെ ഗെറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഏതാ ഈ ഇൻപുട്ട് ഞാൻ എവിടെയാണോ ഇതിനെ വിളിച്ചേക്കുന്നത് അതിനെ തന്നെ ഗെറ്റ് ചെയ്യും. ഡോട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ CSS ആണ്. അതിൻ്റെ CSS ആണ് മാറ്റാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓരോ കേസിലും ഞാൻ ഓരോന്ന് എഴുതിയേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആക്കും. ഓൺ കീ ഡൗൺ ഫംഗ്ഷനിൽ ഒരു കീ ഡൗണിലേക്ക് പോയാൽ അപ്പം തന്നെ അത് റെഡ് ആക്കും. അതുപോലെ തന്നെ വേറൊരു ഇവൻറ്റും കൂടെ എഴുതിയേക്കുവാണ്. ഓൺ കീ അപ്പ് എന്ന് എഴുതിയേക്കുവാണ്. ഓൺ കീ അപ്പിൽ എഴുതിയേക്കുന്നത് കീ അപ്പ് ഫംഗ്ഷനെ വിളിച്ചേക്കുവാണ്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കും, ഗ്രീൻ ആക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പേജ് ഞാൻ ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പേജ്. ഈ ടെക്സ്റ്റ് ബോക്സിലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇതാ ഒരു കീ പ്രസ് ചെയ്യാൻ പോവുകയാണ് താഴേക്ക്. പ്രസ് ചെയ്യുന്ന സമയത്ത് അത് റെഡ് ആവും. ഞാൻ ആദ്യം പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൺ കീ ഡൗൺ എന്ന് പറയുന്നത് കീ താഴേക്ക് പോയാൽ അപ്പം തന്നെ ട്രിഗർ ആവും. അപ്പോൾ ഞാനിപ്പോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചേക്കുവാണ്. കണ്ടോ, റെഡായി നിൽക്കുന്നത് കണ്ടോ. ഞാൻ ഇനി കീ റിലീസിലാണ് അത് ഗ്രീൻ ആക്കാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ കീ റിലീസ് ചെയ്യാത്തതുകൊണ്ട് കീ അപ്പ് എഴുതാത്തതുകൊണ്ടാണ് ഇപ്പോഴും റെഡായിട്ട് തന്നെ കാണുന്നത്. കീ റിലീസ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഗ്രീനായി. അപ്പോൾ എന്താണ് ചെയ്തേക്കുന്നത്? എപ്പോഴെങ്കിലും കീ താഴേക്ക് പോയാൽ അപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡാക്കി വിടും. എപ്പോഴെങ്കിലും കീ മുകളിലേക്ക് വന്ന ഓൺ കീ അപ്പ് കീ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താക്കും, അതിൻ്റെ കളർ ഗ്രീൻ ആക്കും. അപ്പോൾ ഇതാണ് പേജ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കളർ മാറി വരുന്ന കണ്ടില്ലേ. ക്രിസ്മസിന് ലൈറ്റ് ഇട്ടേക്കുന്ന പോലെ മാറി കത്തുന്നുണ്ട്. ഓരോ കീ അപ്പിനും കീ ഡൗണിനും നമ്മൾ പ്രോഗ്രാമിൽ കളർ മാറ്റിയേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൺ കീ ഡൗണും ഓൺ കീ അപ്പും രണ്ട് ഇവൻ്റാണ്. രണ്ടും ഞാൻ ഒരെണ്ണത്തിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഏരിയയ്ക്കും ഒക്കെ കൊടുത്ത് നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക. ഇനിയുള്ളത് ഓൺ ലോഡ് എന്ന് പറയുന്ന ഇവൻ്റാണ്. ഓൺ ലോഡ് ഇവൻറ്റ്. ഇത് സാധാരണ നമ്മൾ ഓൺ ലോഡ് ഒരു ബോഡിയിലാണ് കൊടുക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും വെബ് പേജൊക്കെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും TeeKerala ഒക്കെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ലോഡ് ചെയ്ത് കുറേ സമയത്ത് അപ്പോൾ മൊത്തം ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും വെബ് പേജ്. അപ്പോൾ അതറിയാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഓൺ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിൽ കൊടുത്താൽ ഈ ബോഡിക്കകത്തുള്ള കമ്പോണൻസ് എല്ലാം പേജിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബ്രൗസറിൽ ആ പേജ് മൊത്തത്തിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ലോഡ് ഈ ഫംഗ്ഷനെ വിളിക്കും, മൈ ഫംഗ്ഷനിൽ ചെയ്തേക്കുന്ന അലേർട്ടാണ്. വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് വേണേൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെയ്ത പോലെ തന്നെ പഠിച്ചു. വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്തേക്കുന്നത്, ഈ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിൻഡോ ഡോട്ട് അലേർട്ട് പേജ് ഈസ് ലോഡ് എന്ന് പറയുന്ന ഒരു ഇത് കാണിക്കും. അപ്പോൾ അതിലേക്ക് പോവാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് പേജ് ഞാൻ ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചേക്കാം. വീണ്ടും ലോഡ് ചെയ്യാൻ പോവാണ്. ലോഡ് ചെയ്ത് കണ്ടോ, പേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേജ് ഈസ് ലോഡ് എന്നുള്ള അലേർട്ട് വന്നു. വീണ്ടും ലോഡ് ചെയ്യുക. ഇത് നമുക്ക് ബോഡിക്ക് മാത്രമല്ല എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഏത് എലമെൻറ്റിന് വേണമെങ്കിലും ഈ ഓൺ ലോഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇമേജ് ആയിരിക്കും ലോഡ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ ആ ഇമേജ് എന്ന് പറയുന്ന ടാഗിന് നമ്മൾ ഓൺ ലോഡ് ഇവൻറ്റ് കൊടുക്കും. അപ്പോൾ ആ ഇമേജ് കാണിച്ചു കഴിഞ്ഞാൽ ബ്രൗസറിൽ കാണിച്ചു കഴിയുമ്പോൾ ഒരു അലേർട്ട് വരും. ഓക്കെ, ഇമേജ് ഈസ് ലോഡഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് പേജ് മൊത്തം ലോഡ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി നോട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ദ ഓൺ ലോഡ് ഇവൻറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്റ്റ് ഹാസ് ബീൻ ലോഡഡ്.
ഓൺ ലോഡ് ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് വിതിൻ ദ ബോഡി എലമെൻറ്റ്. മോസ്റ്റ് ഓഫൺ ബോഡിക്കകത്താണ് യൂസ് ടു എക്സിക്യൂട്ട് എ സ്ക്രിപ്റ്റ് വൺസ് ദ വെബ് പേജ് ഹാസ് കംപ്ലീറ്റ്ലി ലോഡഡ്. അതായത് വെബ് പേജ് കംപ്ലീറ്റ്ലി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ബോഡിയിലേ കൊടുക്കാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധമില്ല, എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതാണ് ഓൺ ലോഡ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഓൺ ലോഡ് മൈ ഫംഗ്ഷൻ വിളിച്ച് അത് സ്ക്രിപ്റ്റിനകത്ത് എഴുതിയേക്കുകയാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ ലോഡ്. ഇപ്പോൾ H1 വേണമെങ്കിലും കൊടുക്കാം, H1 ലോഡ് ചെയ്യാം. അപ്പോൾ സാറിന് ലോഡ് ചെയ്യാൻ ഏറ്റവും താമസമുള്ള ഇവൻറ്റിന് വേണേൽ കൊടുത്താൽ മതി, അല്ല ഇവൻറ്റ് വേണേൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പേജിന് ബോഡിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ പേജിലുള്ള എല്ലാ എലമെൻറ്റും ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ അലേർട്ട് വന്നോളൂ. അലേർട്ടല്ല, എന്ത് കാര്യം വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ അലേർട്ടെന്ന് കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തുള്ളത് ഓൺ സബ്മിറ്റ് ആണ്. ഓൺ സബ്മിറ്റ് അതായത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോമിനകത്ത് പോസ്റ്റ് ആക്ഷൻ ഒരു ചുമ്മാ ഒരു പേരാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് MD ആയിട്ട് കൊടുക്കാം, അങ്ങോട്ടും പോകണ്ട. ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ട്. ഓൺ സബ്മിറ്റ് റിട്ടേൺ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. ഈ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ പേരാണ്, ഇവിടെ എഴുതിയേക്കുന്ന ഫംഗ്ഷനാണ്. ഇതിനകത്ത് വേറൊരു വ്യത്യാസമുള്ള, സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞേ തുടങ്ങാറുള്ളൂ. പണ്ട് കാലത്ത് സ്ക്രിപ്റ്റ്, അതായത് പഴയ വേർഷൻ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് ഈക്വൽ ടു text/javascript എന്ന് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൊടുത്തില്ലെങ്കിലും എറർ കാണിക്കില്ല. ഇങ്ങനെയും കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു text/javascript എന്ന് കൊടുക്കും, സ്ക്രിപ്റ്റിൻ്റെ ടൈപ്പ്. ഇപ്പോൾ പുതിയ വേർഷൻ ജാവാസ്ക്രിപ്റ്റിലൊന്നും ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പ് നമ്മൾ എഴുതിയപ്പോഴൊന്നും അത് കൊടുക്കാഞ്ഞത്. ഇതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത്? ഒരു ഫംഗ്ഷനാണ് എഴുതിയേക്കുന്നത്. ഫംഗ്ഷൻ വാലിഡേഷൻ ഈക്വൽ ടു window.alert സബ്മിറ്റ് ബട്ടൺ പ്രസ്ഡ്. ഇതിന് ഓൺ സബ്മിറ്റിൽ കൊടുക്കുമ്പോൾ അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഫോമിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ടാണ് ഓൺ സബ്മിറ്റ് കൊടുക്കുന്നത്. അത് റിട്ടേൺ വാലിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ കിട്ടേണ്ട വാല്യൂ ഒരു ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. ഇത് സാധാരണ നമ്മൾ വാലിഡേഷനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷനാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. വാലിഡേഷൻ ചെയ്യാൻ, അതായത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം പ്ലീസ് ടൈപ്പ് ഫസ്റ്റ് നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ മിസ് ചെയ്ത് പോയാൽ അലേർട്ട് കാണിക്കില്ല. അത് സാധാരണ എപ്പോഴും സബ്മിറ്റ് ബട്ടൺ ഓൺ സബ്മിറ്റിലായിരിക്കും എഴുതിയേക്കുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വാല്യൂവും സക്സസ് അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ചെയ്യും. റിട്ടേൺ വരുന്ന ഓൺ സബ്മിറ്റിന് റിട്ടേൺ വരുന്ന വാല്യൂ ഫോൾസ് ആണെങ്കിൽ സബ്മിറ്റ് ആക്ഷൻ നടക്കില്ല, അതായത് സെർവറിലേക്ക് പോകില്ല, ആ പേജ് അവിടെ തന്നെ നിൽക്കും. റിട്ടേൺ വരുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആക്ച്വൽ സബ്മിറ്റ് നടന്ന് അടുത്ത പേജിലേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് ഓൺ സബ്മിറ്റിന് ഒരു ഡിഫറൻസ് ഉണ്ട്. റിട്ടേൺ എഴുതിയിട്ടാണ് വാലിഡേഷൻ ഫംഗ്ഷനെ വിളിക്കുന്നത്. വാലിഡേഷൻ അല്ല ഏത് ഫംഗ്ഷൻ ആണെങ്കിലും വിളിക്കുക. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ സബ്മിറ്റ് നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് നെയിം ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഫിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ആ പേജിൽ തന്നെ നിൽക്കില്ല. അപ്പോൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഈ കേസ് ഞാൻ ഫോൾസ് ആണ് കൊടുത്തേക്കുന്നത്, കാരണം ഒരിക്കലും സബ്മിറ്റ് നടക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇഫ് എൽസ് ഒക്കെ വെച്ചിട്ടാണ് വാലിഡേഷൻ നടക്കുന്നത്. അവസാനം നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എല്ലാ വാലിഡേഷനും സക്സസ് ആണെങ്കിൽ മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ സബ്മിറ്റ് നടക്കും, അടുത്ത പേജിലേക്ക് പോകും. പേജിൽ ലോഡ് ചെയ്യാം. ഫോമാണ്, ഫോമിനകത്ത് സബ്മിറ്റ് ബട്ടൺ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. സബ്മിറ്റ് പ്രസ് ചെയ്തപ്പോൾ സബ്മിറ്റ് പ്രസ്ഡ് എന്നുള്ള അലേർട്ട് വന്നു. ഓൺ സബ്മിറ്റ്. അപ്പോൾ ഓൺ സബ്മിറ്റ് ആണ് അടുത്ത ഇവൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ടോപ്പിക്ക് വരുമ്പോൾ ഈ ഓൺ സബ്മിറ്റിലുള്ള കാര്യങ്ങളാണ്. വാലിഡേഷൻ വരുന്നത് ഫോം വാലിഡേഷൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. താങ്ക് യു.